ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് വിജയികളായവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, സെറ്റ് സർട്ടിഫിക്കറ്റിനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 1 ഇയർ വരെ നിങ്ങൾക്ക് മറ്റ് ഫൈനുകളൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും സെറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമല്ലോ. അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയമുള്ളത്. നിങ്ങൾ അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു 5-6-7 മന്ത്സിൻ്റെ ടൈം എടുത്തിട്ടാണ് സെറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്നും ഓർക്കുക. നിങ്ങൾ എല്ലാം അയച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഒരു 6 മന്ത്സിന് അറൗണ്ട് ടൈം എടുത്ത് നിങ്ങൾക്ക് ഒറിജിനൽ പോസ്റ്റിൽ ലഭിക്കും. അഡ്രസ്സ് എഴുതുന്നതൊക്കെ അതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതുക. ഇനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. റിസൾട്ട് പേജിൽ നിങ്ങൾക്ക് കേരള സെറ്റ് എക്സാം January 24 ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ LBSൻ്റെ വെബ്സൈറ്റിലെത്താം. അവിടെ വ്യൂ റിസൾട്ട്സ് എന്നുള്ള പേജ് എടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുന്നത്. എന്തൊക്കെ ഡോക്യുമെന്റ് കൊടുക്കണം, ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പറുകളും നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫർദറായിട്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കേരളത്തിലുള്ള ഒരു സ്ഥാപനമാണ് LBS. ധൈര്യമായിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പറിൽ, ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഇനി ഡോക്യുമെന്റ്സ് വേണ്ടത്, കോപ്പികൾ എന്തിൻ്റെയൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം പറയുന്നത്. അത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തതാവണം എന്നുള്ള കാര്യവും ഓർക്കുക. ആദ്യം വേണ്ടത് SSLC ബുക്ക് ടു പ്രൂവ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. മിക്കവാറും പേർക്ക് ഒറ്റ പേജുള്ള SSLC കാർഡാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് അവിടെ വേണ്ടത്. 2, പ്രൊവിഷണൽ ഓർ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓർ ഗ്രേഡ് ഷീറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷൻ. കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യം, ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് മാത്രം മതിയോ? പോരാ, എല്ലാ മാർക്ക് ലിസ്റ്റുകളും നിങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് അതിന് വലിയൊരു കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കണം, അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അത് അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഫൈനൽ സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ ആണ് കിട്ടിയതെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ അതും. കാര്യം കോഴ്സ് കംപ്ലീറ്റ് ആയാൽ ഉടനെ നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതും മാർക്ക് ലിസ്റ്റുകളും കൂടി അയച്ചു കൊടുക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെയും ആവശ്യമാണ്, അതോടൊപ്പം BEdൻ്റെയും ആവശ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. കൊമേഴ്സ് പോലെയുള്ള ചില സബ്ജക്റ്റുകളിൽ BEd വേണ്ട എന്നുണ്ട്. അപ്പോൾ BEd വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BEd ഇല്ലാത്തവരാണെങ്കിൽ BEdൻ്റെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല. BEd ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ കൂടി ആഡ് ചെയ്യുക. അടുത്തത് റെക്കഗ്നീഷൻ ആൻഡ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ് ദ ക്വാളിഫിക്കേഷൻ എക്സാം ഫ്രം യൂണിവേഴ്സിറ്റീസ് ഔട്ട്സൈഡ് കേരള. നിങ്ങൾ തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആണ് പഠിച്ചതെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ മറ്റ് കോഴ്സുകൾ, സബ്ജക്റ്റുകൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലൊരു ലിസ്റ്റ് ഉണ്ട്. പ്രോസ്പെക്ടസും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. അതിലെ ക്ലോസ് 2.2 പറയുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബോട്ടണിയോ സുവോളജിയോ ആണ് അപ്ലൈ ചെയ്തത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കോഴ്സാണ്, ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ചെയ്തതെങ്കിൽ ആ കോഴ്സിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ എല്ലാം കോപ്പികൾ മതി എന്ന് ഓർക്കുക. എന്നാൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റ്സിൻ്റെ, അതുപോലെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് OBC കാൻഡിഡേറ്റ്സിൻ്റെ ഒറിജിനൽ നൽകണം. ഡേറ്റിൻ്റെ റേഞ്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. OBC സർട്ടിഫിക്കറ്റ് 26/9/2022 10/11/2023 ഇടയിലുള്ളതാവണം. അതുപോലെ സർട്ടിഫിക്കറ്റ് നോട്ട് കമ്മിങ് ദ അബോവ് ഡേറ്റ് ലിമിറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അത് ഓൾറെഡി നമ്മൾ അപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഡിക്ലറേഷൻ ഫോം ഇൻ കേസ് ഓഫ് ഫൈനൽ ഇയർ PG BEd സ്റ്റുഡൻസ് വൈൽ അപ്ലൈയിങ് ഫോർ സെറ്റിന് ഫൈനൽ ഇയർ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഫോം ഉണ്ട്. അത് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൈനൽ ഇയറിലുള്ള കുട്ടികൾ ഇപ്പോഴേ അത് വാങ്ങി വെക്കണം. നിങ്ങളുടെ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് തരണം. അത് വാങ്ങി വെക്കുക. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ കിട്ടുമ്പോൾ, അല്ലെ PGയുടെ BEdൻ്റെ പ്രൊവിഷണൽ കിട്ടുമ്പോൾ അതുകൂടി ചേർത്ത് അപ്ലൈ ചെയ്യണം. അതുപോലെ സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് വിത്ത് പോസ്റ്റൽ സ്റ്റാമ്പ് വർത്ത് 40 rupees affixed on it should be sent along with the above items. ഇതെല്ലാം വേണം. അതിൻ്റെ കൂടെ ഒരു കവർ കൂടി നിങ്ങൾ പോസ്റ്റലായിട്ട് LBSന് അയച്ചു കൊടുക്കണം.
നിങ്ങൾ അയക്കുന്ന കവറല്ല, ആ കവറിനുള്ളിൽ ഒരു കവർ കൂടി വെക്കണം. നമ്മുടെ പച്ച കളറുള്ള തുണി ലൈൻ ചെയ്ത കവറുകളില്ലേ, അതിലൊരു കവർ വാങ്ങുക, 40 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക, സെൽഫ് അഡ്രസ്ഡ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്ന പൂർണ്ണമായ വിലാസവും ഫോൺ നമ്പറും ഒക്കെ എഴുതിയ ഒരു അഡ്രസ്സ് കൂടി അതിൽ എഴുതി ചേർത്തിട്ട് മടക്കി, ഇതെല്ലാം കൂടി ഈ കോപ്പികളും അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റും ഒറിജിനലും ഒക്കെ ചേർത്ത് മറ്റൊരു ക്ലോത്ത് കവറിനുള്ളിൽ ഇട്ടിട്ടാണ് അയക്കേണ്ടത്. ആ കവറിന്റെ പുറത്ത് എഴുതേണ്ട വിലാസമാണ് ടു ദി ഡയറക്ടർ, LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദാവനം, പാളയം, ട്രിവാൻഡ്രം 695033 എന്നുള്ളത്. ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഈ ഫോം കൂടെ ഈ ഡോക്യുമെന്റുകളോടൊപ്പം വെക്കണം. ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോൾ നമ്പരും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്റ്റും ഡിസ്ട്രിക്റ്റും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം കൂടി കിട്ടും. ഈ പറഞ്ഞ ഡോക്യുമെന്റുകളോടൊപ്പം അപ്ലിക്കേഷൻ ഫോം കൂടി ഫില്ല് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ആ കാര്യം. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സംഭവം. നെയിം ആൻഡ് അഡ്രസ് നിങ്ങളുടെ എഴുതുക. ഞാനാണെങ്കിൽ അലൻ ഡെന്നി ജെയിംസ്, ഇൻ അഡ്രസ് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ വാസ് എ സ്റ്റുഡൻറ് ഓഫ് ഫൈനൽ ഇയർ PG B.Ed കോഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അത് ഏത് ഡേറ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒപ്പിടുകയും വേണം, പ്രിൻസിപ്പൾ സൈൻ ചെയ്യുകയും വേണം. ഈ ഫോമും വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്ത് അയക്കുക, സമാധാനമായിട്ടിരിക്കുക. സെറ്റ് സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡ് ആണ്. 1 ഇയർ കഴിഞ്ഞാൽ പോലും ഫൈനോട് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് LBSനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മുന്നോട്ടുള്ള കരിയറിലും നല്ലൊരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ശോഭിക്കാനാവട്ടെ. ഒരുപാട് കുട്ടികളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരാളായി തീരാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഉള്ളും നന്മയാൽ നിറയട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.